ഹായ് ഷബീർ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജെനീസ്. ഞാനൊരു ബിസിനസ്സുകാരനാണ്, പ്ലൈവുഡ് ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഓൺലൈൻ ട്രേഡിനെ കുറിച്ച് പല ആപ്ലിക്കേഷൻസും പല പരസ്യങ്ങളും കാണുന്നുണ്ട്. അതിൽ ഈ 50%, 60% അപ് ടു റിട്ടേൺസ് എല്ലാം കൊടുക്കുന്നത്. അത് മറുഭാഗത്ത് നമ്മൾ പത്രം നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള തട്ടിപ്പും ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് ജെന്യൂൻ ആണോ? ജനീസെ, ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തട്ടിപ്പുകൾ നടത്താനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമും കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിക്ഷേപ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമുക്കിപ്പോൾ ഒരു 10 രൂപ ഇട്ടിട്ട് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ റിട്ടേൺ കിട്ടാനുള്ള എന്തെങ്കിലും ബിസിനസ് സംവിധാനം നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ഇല്ല. പിന്നെയുള്ളത് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഇപ്പൊ ഓൺലൈൻ ട്രേഡിംഗ് ആണ് പറയും. AI ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ട്രെയിനിങ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ ജെന്യൂനിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ടാണുള്ളത്. താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ ഇത്രയും ലാഭം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഒരു തുക നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചാൽ അയാൾ ആ തുക എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? ഇനി ഇതിന്റെ റെഗുലേറ്ററി ബോഡി, അതായത് ഈ ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡിങ്ങിനുള്ള റെഗുലേറ്ററി ബോഡി ഉണ്ട്, സെബി പറയുന്നത് തന്നെ നമുക്ക് 3 തരത്തിലാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉള്ളത്. ഒന്ന് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയും, അതേപോലെ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഉണ്ട്. അതൊക്കെ ഒരു സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഗുലേറ്ററി ബോഡി ഇത് നിയന്ത്രിക്കുന്ന, ഇതിന്റെ കൊടുക്കൽ വാങ്ങലുകൾ നിയന്ത്രിക്കുന്ന സെബി പറയുന്നത്, സെബിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് 90% ആൾക്കാർക്ക് ഇതിനകത്ത് പണം നഷ്ടപ്പെടുന്നു എന്നാണ്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ ത്രൂ ചെയ്താൽ പോലും സംഭവിക്കുന്ന കാര്യങ്ങൾ 90% ആൾക്കാർക്കും പണം നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ബാക്കി വരുന്ന 10% ആൾക്കാരെ അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാള് നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും കോടിപതിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ബിസിനസ്മാന്റെ ചിന്തയിൽ ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അറിയാം ഏത് രീതിയിൽ ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫൈനാൻഷ്യലി യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുമോ? ജനറലി ആലോചിച്ചാൽ ഉറപ്പായിട്ടും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്റെ കയ്യിൽ മര്യാദയ്ക്ക് ഈ പറഞ്ഞ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി എന്റെ കയ്യിൽ കുറെ ഫണ്ട് ഉണ്ടെങ്കിൽ ഞാനതിനെ മൂന്നാമതൊരാളോട് കണക്ക് പറയാൻ നിൽക്കുന്നത് നമ്മൾ നിൽക്കുവോ? ഇല്ല. അപ്പം പിന്നെ അവരെ കയ്യിൽ എന്തില്ല, ഇത് ചെയ്ത് പണമില്ല, അല്ലെങ്കിൽ അവർക്ക് ആർത്തി കൂടുതലായിരിക്കും. ഈ ആർത്തി കൂടുമ്പം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല ഉടായ്പിലും പോയി പെടും. അങ്ങനെ വ്യഗ്രതയിൽ പെട്ട് ഒരുപാട് പണം നഷ്ടപ്പെട്ട ആൾക്കാരുടെ ന്യൂസ് ആണ് നമ്മുടെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പോലീസ് പിടിച്ചു, 2.5 കോടി തട്ടിപ്പ്, മറ്റേത് മറിച്ചെന്നൊക്കെ. എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഈ ട്രേഡിങ്ങിലൂടെ പറഞ്ഞിട്ട് കാണിക്കുന്ന, ട്രേഡിങ്ങിലൂടെ ലാഭം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് കുറെ സ്ക്രീൻഷോട്ടുകളാണ്. ഇതൊക്കെ വാട്സപ്പാണ്. എനിക്കും നിങ്ങൾക്കും വിചാരിച്ചാൽ എന്തിനു ചെയ്യാൻ പറ്റും? ഒരു കോൺവെർസേഷൻ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിക്കൂടെ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്കോ എനിക്കോ ഷെയർ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. അപ്പൊ ഈ കാണുന്ന സ്ക്രീൻഷോട്ട് അല്ലാതെ റിയൽ ടൈം നമ്മുടെ ഫോണിൽ ഇതിന്റെ ആപ്പ് വെച്ചിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ അക്കൗണ്ട് ത്രൂ ഇത്ര പൈസ ഇട്ടിട്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് ഇത്ര രൂപ ഉണ്ടാക്കി തരാം. അങ്ങനെ നമ്മൾ ഒരാഴ്ച അവർ നമ്മുടെ ആപ്പ് ത്രൂ ബിസിനസ് ചെയ്തിട്ട് ഇൻകം ജനറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാം. അതല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ വേറൊരാൾക്ക് കൊടുത്ത് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് നിങ്ങൾക്ക് ലാഭമൊക്കെ തരാന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 99.99% എന്തായിരിക്കും? ഫ്രോഡ് പരിപാടിയാണ്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുടെ പുറകെ പോകരുത്. പിന്നെ ഈ ഓൺലൈൻ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, അതിനകത്ത് കുറച്ചൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ ഫണ്ട് മൂവ്മെന്റ് എങ്ങനെയാണെന്നും ഇതിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കുറവും കൂടുതലൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ രീതിയിലേക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ഇന്നലെയും എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം 2 ലക്ഷം രൂപ റിട്ടേൺ കൊടുക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു മാസം 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 5 മാസം കൊണ്ട് 100% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയി. ഇതൊക്കെ പ്രാക്ടിക്കലി നടക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇത്രയും വലിയ കച്ചവടം ചെയ്ത് ജോലിക്കാർക്ക് ശമ്പളവും കൊടുത്ത് ഈ പറഞ്ഞ പരസ്യവും ചെയ്ത് എല്ലാ സർക്കാരിന്റെ GSTയും ഇൻകം ടാക്സും എല്ലാ നൂലാമാലകളും കഴിച്ച് ബിസിനസ് ചെയ്യാൻ ആരെങ്കിലും നിൽക്കും? അപ്പോൾ ഇത് ഈസി മണിയാണ്, ഏർലി മണിയാണ്.
ഈസി മണിയും ഏർലി മണിയുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഓഫറും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ബിരിയാണി കിട്ടുന്നുണ്ടെങ്കിലോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അത് വെറും മനുഷ്യന്റെ തോന്നലാണ്. പണം നമ്മളെ കയ്യിൽ നിന്ന്, നമ്മളെ കൺട്രോളിൽ നിന്ന് പണം വിട്ടുപോയി കഴിഞ്ഞാൽ ആ പണം അവരെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അത് ആർക്കൊക്കെ കൊടുക്കുന്നു, ഏതൊക്കെ അക്കൗണ്ടിൽ ഇടുന്നു എന്നൊന്നും അറിയാൻ യാതൊരു വഴിയില്ല. നമ്മുടെ ഗൂഗിൾ പേന്ന് തന്നെ എന്ത് നടക്കുന്നുണ്ട്, നമ്മളറിയാണ്ട് തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കാൻ നിക്ഷേപം, റിട്ടേൺ, ഇത് രണ്ടും വരുമ്പോൾ മിനിമം 4 ആളോട് ചോദിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഈ ഓൺലൈനിൽ കാണുന്നതൊക്കെ ഓൺലൈനിൽ എല്ലാം നല്ല കാര്യങ്ങളാണ്, പക്ഷെ അത് 99% യൂസ് ചെയ്യുന്നത് മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പണം അടിച്ചു മാറ്റാൻ, ഇല്ലാത്ത പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ട് കച്ചവടം കൂട്ടാൻ. അങ്ങനെ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കടലാണ്. അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ഒരു പെർട്ടിക്കുലർ അജണ്ട ഉണ്ടാക്കി അത് സെറ്റ് ചെയ്ത് ഇതാണ് വലിയ സംഭവം എന്നൊക്കെ പറയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനുണ്ട്. ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഏറ്റവും മോശം പ്രവണത എന്ന് പറഞ്ഞാൽ എങ്ങനെ 5 കൊല്ലം കൊണ്ട് കോടീശ്വരനാവാം, ദെൻ 10 കൊല്ലം കഴിഞ്ഞ് 1 കോടിക്ക് എത്ര വാല്യൂ ഉണ്ടാവും എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നത്. ഇന്ന് ജീവിക്കാനും ഇന്ന് വരുമാനം കിട്ടാനും വരുമാനം ഉണ്ടാക്കാനും ഒരുപാട് മാർഗങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് ആൾക്കാർ 1 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് കോടീശ്വരനാകാൻ വേണ്ടി നടക്കുന്നത്? കോടീശ്വരനാവുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ അതിനൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മിനിമം ടൈം എടുക്കും. ഇതിലൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇന്നിട്ട് നാളെ റിട്ടേൺ കിട്ടണം എന്നുള്ള ചിന്തയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പെടുക മാത്രമേ ഉള്ളൂ. ഓക്കെ, കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ക്ലിയർ ആയി, വളരെ ക്ലിയർ ആയി, ക്രിസ്റ്റൽ ക്ലിയർ ആയി. താങ്ക് യു ഷബീർ ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. താങ്ക് യു.